മലപ്പുറം ജില്ലയിലെ വൈദ്യുതി മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 411 കോടി രൂപയുടെ പ്രത്യേക വികസന പാക്കേജ് നടപ്പാക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. വോൾട്ടേജ് ക്ഷാമം, വൈദ്യുതി തടസ്സം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ ലക്ഷ്യമിട്ടാണ് പദ്ധതികൾ നടപ്പാക്കുക. മലപ്പുറം ആസൂത്രണ ഭവനിൽ ജനപ്രതിനിധികളുടെയും KCB ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മിച്ചവൈദ്യുതി സംഭരിക്കാനുള്ള സംവിധാനമില്ലാത്തതും ഡാമുകളിൽ ആവശ്യത്തിന് ജലമില്ലാത്തതുമാണ് നിലവിലെ വൈദ്യുതി ക്ഷാമത്തിന് പ്രധാന കാരണമെന്ന് മന്ത്രി പറഞ്ഞു. രാത്രികാലങ്ങളിൽ ഉപഭോഗം വർദ്ധിക്കുന്നതിനാൽ ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങേണ്ട സാഹചര്യമാണ് ഉള്ളത്. ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ സർക്കാർ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാൻ പുതിയ സബ്സ്റ്റേഷനുകളുടെ നിർമ്മാണം വേഗത്തിലാക്കാനും ശേഷി കുറഞ്ഞതും തകരാറിലായതുമായ ട്രാൻസ്ഫോമറുകൾ മാറ്റി സ്ഥാപിക്കാനും കൂടുതൽ പുതിയ ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കാനും മന്ത്രി KCBക്ക് നിർദ്ദേശം നൽകി. ഓരോ നിയോജക മണ്ഡലത്തിലെയും വൈദ്യുതി പ്രശ്നങ്ങൾ പ്രത്യേകം വിലയിരുത്താൻ MLAമാരുടെ നേതൃത്വത്തിൽ മണ്ഡലതല യോഗങ്ങൾ ചേരാനും തീരുമാനമായി. KCB സെക്ഷൻ ഓഫീസുകളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും ഉപഭോക്താക്കളുടെ പരാതികളിൽ വേഗത്തിൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഭാവിയിലെ വർദ്ധിച്ചുവരുന്ന വൈദ്യുതി ആവശ്യകത മുന്നിൽ കണ്ട് ഉൽപാദന പ്രസരണ ശൃംഖല ശക്തിപ്പെടുത്താനും അനാവശ്യ വൈദ്യുതി നിയന്ത്രണങ്ങൾ ഒഴിവാക്കാൻ മുൻകൂട്ടി പദ്ധതികൾ തയ്യാറാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മലപ്പുറം ജില്ല പ്രത്യേകമായിട്ട് അഭിമുഖീകരിക്കുന്ന ചില പ്രയാസങ്ങളും പൊതുവിലുള്ള വൈദ്യുതി വിതരണ രംഗത്തെ പ്രയാസങ്ങളും ഈ യോഗത്തിൽ ചർച്ച ചെയ്തു. പ്രധാനമായിട്ടും ഉയർന്നു വന്നത് മലപ്പുറം പാക്കേജ്, വൈദ്യുതിയുടെ പ്രശ്നപരിഹാരത്തിനായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള മലപ്പുറം പാക്കേജ് നടപ്പിലാക്കുന്നതിൽ വരുന്ന കാലതാമസം, ചില സാങ്കേതിക തടസ്സങ്ങളാണ്. അതിൻ്റെ ടെൻഡർ അക്സെപ്റ്റൻസിൽ വരുന്ന ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം വേഗത്തിൽ പരിഹരിച്ച് മലപ്പുറം പാക്കേജ് എത്രയും വേഗത്തിൽ നടപ്പിലാക്കാൻ യോഗത്തിൽ നിന്ന് ചർച്ച വന്നു, തീരുമാനം ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, മലപ്പുറത്തിൻ്റെ ജനസംഖ്യയും വിസ്തൃതിയും കണക്കിലെടുത്തുകൊണ്ട് രണ്ട് കാര്യങ്ങൾ: പുതിയ സബ്സ്റ്റേഷൻസ് വേണം, അതിൻ്റെ പ്രപ്പോസൽസ് ഉണ്ട്, ചിലത് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്, കൂടുതൽ ആവശ്യങ്ങൾ വന്നിട്ടുണ്ട്, അത് പരിശോധിക്കും, പരിഗണിക്കും. മലപ്പുറം ജില്ലയിലെ ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും പരാതികൾ സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും പദ്ധതികൾ കാലതാമസമില്ലാതെ പൂർത്തിയാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. വൈദ്യുതി അപകടങ്ങൾ ഒഴിവാക്കാൻ പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ വിവിധ MLAമാർ തങ്ങളുടെ മണ്ഡലങ്ങളിലെ വൈദ്യുതി പ്രശ്നങ്ങളും വികസന ആവശ്യങ്ങളും അവതരിപ്പിച്ചു. വെങ്ങാനൂർ, കൊണ്ടോട്ടി, കുറ്റിപ്പുറം, കോട്ടയ്ക്കൽ, വെന്നിയൂർ, തിരൂരങ്ങാടി, പരപ്പനങ്ങാടി, താനൂർ, മക്കരപ്പറമ്പ്, ആനക്കയം തുടങ്ങിയ പ്രദേശങ്ങളിൽ പുതിയ സബ്സ്റ്റേഷനുകൾ, അണ്ടർഗ്രൗണ്ട് കേബിളുകൾ, ട്രാൻസ്മിഷൻ ലൈൻ നവീകരണം, ജീവനക്കാരുടെ നിയമനം എന്നിവ അടിയന്തരമായി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടു. അബ്ദുൾ സമദ് സമദാനി MP, വിവിധ MLAമാർ, ജില്ലാ കളക്ടർ വിനയ് ഗോയൽ, KCB ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ വിഭാഗങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ്, മലപ്പുറം. ലോകകപ്പ് ആവേശം ഇത്തവണ ബിഗ് സ്ക്രീനിലായാലോ? അതെ, റെഡി കാശ് ആവശ്യമില്ലാത്തതിന് 20% മാത്രം ആദ്യം നിലയ്ക്കൊണ്ട് ഇഷ്ടമുള്ള TV ഇനി പർച്ചേസ് ചെയ്യാം. ഈ ഫുട്ബോൾ പൂരം അതിന്റെ ആവേശം ഒട്ടും ചോരാത്തിന് ഹൈ ക്വാളിറ്റിയിൽ കാണാൻ ഇതാ 4K TVകൾ. അപ്പൊ ഇനി അതിന്റെ ബാക്കി തുകയോർത്ത് ടെൻഷൻ അടിക്കേണ്ട. ബേയ്മെന്റ് നിങ്ങൾക്ക് നൽകുന്നു പലിശരഹിത മാസത്തവണയിൽ. അപ്പോൾ നിങ്ങളുടെ TV അപ്ഡേറ്റ് ചെയ്യാൻ വിളിക്കൂ ബേയ്മെന്റിലേക്ക്. Making it easy. Valancheri. Phone 9526 001 003.